നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിൽ വൻ തട്ടിപ്പ്. മുൻ ഉദ്യോഗസ്ഥൻ അഖിൽ സി വർഗീസ് തട്ടിയത് 3 കോടി രൂപ. പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ പരസ്പരം പഴിചാരി മുന്നണികൾ. ഭരണകക്ഷിയായ UDF നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. അഖിലിന് ഒത്താശ ചെയ്തത് ചെയർപേഴ്സണാണെന്ന് LDF. കോട്ടയം പാറമ്പുഴയിൽ പിറ്റ്ബുൾ നായയുടെ കാവലിൽ ലഹരി വിൽപ്പന. മുഖ്യപ്രതിയടക്കം 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. മുഖ്യപ്രതി സൂര്യന്റെ അമ്മ മുൻ നഗരസഭാ കൗൺസിലർ രേഖ രാജേഷും പോലീസ് കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 3 കോടി രൂപ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തതായി കണ്ടെത്തൽ. കോട്ടയം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനായ അഖിൽ സി വർഗീസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന് നഗരസഭാ സെക്രട്ടറി പരാതി നൽകി. കോട്ടയം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനും ഇപ്പോൾ വൈക്കം നഗരസഭയിലെ ക്ലർക്കുമായ കൊല്ലം മങ്ങാട് ആൻസി ഭവനിൽ അഖിൽ സി വർഗീസിനെതിരെയാണ് പെൻഷൻ അക്കൗണ്ടിൽ നിന്നും 3 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരിക്കുന്നത്. കോട്ടയം നഗരസഭാ സെക്രട്ടറി B അനിൽകുമാർ ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിലാണ് വിവരം പുറത്തുവന്നത്. അഖിലിന്റെ അമ്മ P ശ്യാമളയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരിക്കുന്നത്. ഇതേ പേരിൽ ഒരാൾക്ക് നഗരസഭയിൽ നിന്നും പെൻഷൻ തുക അയച്ചിരുന്നതിനാൽ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. യഥാർത്ഥ പെൻഷൻകാരി മരിച്ചപ്പോൾ വിവരം രജിസ്റ്ററിൽ ചേർക്കാതെയാണ് തട്ടിപ്പ് നടത്തിയത്. ഈരാറ്റുപേട്ട നഗരസഭയിൽ നിന്നും സ്ഥലം മാറി 2020 മാർച്ച് 12-നാണ് അഖിൽ കോട്ടയത്തെത്തിയത്. 2023 നവംബറിൽ വൈക്കത്തേക്ക് മാറ്റം ലഭിച്ചു. ഈ കാലയളവിലാണ് തിരിമറി നടന്നത്. വിദേശത്തേക്കു കടക്കാൻ സാധ്യതയുള്ളതിനാൽ അഖിലിന്റെ പാസ്പോർട്ട് മരവിപ്പിക്കണമെന്നും തുക തിരികെ ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണത്തിലാണ് 3 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ തട്ടിപ്പ് പുറത്തുവരുമെന്നും നഗരസഭാ അധികൃതർ ജില്ലാ പോലീസ് മേധാവിക്ക് മൊഴി നൽകി. പിതാവിന്റെ മരണത്തെ തുടർന്ന് ആശ്രിത നിയമനമായിട്ടാണ് കൊല്ലം കോർപ്പറേഷനിൽ അഖിൽ ജോലിക്ക് പ്രവേശിച്ചത്. ഇവിടെ 40 ലക്ഷം രൂപ തിരിമറി നടത്തിയതിന് സസ്പെൻഷനിലായി. പിന്നീട് LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ NGO യൂണിയൻ അംഗം എന്ന നിലയിൽ ജോലിയിൽ തിരികെ പ്രവേശിച്ചു. താമസിയാതെ ഈരാറ്റുപേട്ടയിലേക്ക് സ്ഥലം മാറ്റം തരപ്പെടുത്തി. അമ്മ കൊല്ലം കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരിയായി വിരമിച്ചയാളാണ്. വിജിലൻസ് അന്വേഷണത്തിനും വകുപ്പുതല നടപടിക്കും നഗരസഭാ കൗൺസിൽ ശുപാർശ ചെയ്തെന്ന് നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അറിയിച്ചു. ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഓഡിറ്റ് വിഭാഗത്തിന് പോലും ഇതുപോലെ ഒരു ന്യൂനത കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റീ ഓഡിറ്റ് ചെയ്യുവാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്തതിൽ മുഖം നോക്കാതെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. മുഖം നോക്കാതെ തന്നെ ഇതിനുള്ള നടപടി എന്തു തന്നെ ആയാലും അതിന് തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചേ പറ്റൂ. അത് തന്നെയാണ് നമ്മുടെ ഭരണസമിതിയുടെയും കൗൺസിലും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ആര് വീഴ്ച വരുത്തിയോ അവർക്കെല്ലാവർക്കും എതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് നഗരസഭാ കൗൺസിലും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ 3 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിഷേധവുമായി ഭരണകക്ഷിയായ കോൺഗ്രസ് രംഗത്തെത്തി. പ്രതി അഖിൽ സി വർഗീസിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കോട്ടയത്ത് കളക്ടറേറ്റിന് മുൻപിൽ നഗരസഭാ ജീവനക്കാരൻ നടത്തിയ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ധർണ സംഘടിപ്പിച്ചത്. ഇടത് സംഘടനാ പ്രവർത്തകൻ കൂടിയാണ് ക്രമക്കേട് നടത്തിയ കൊല്ലം സ്വദേശി അഖിൽ സി വർഗീസ് എന്ന് സമരക്കാർ ആരോപിച്ചു. ഇയാൾ കൊല്ലത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് പിടികൂടിയ ഇയാൾക്ക് സസ്പെൻഷൻ അല്ലാതെ യാതൊരു ശിക്ഷാ നടപടിയും അന്ന് നൽകിയില്ല. പകരം അഖിലിനെ LDF സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നുവെന്ന് UDF ആരോപിച്ചു. കളക്ടറേറ്റ് കവാടത്തിന് മുൻപിൽ നടന്ന ധർണയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. അഖിൽ നടത്തിയ ക്രമക്കേടിന് പിന്നിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ ശക്തമായ ഇടപെടലും ശുപാർശയും ഉണ്ടായിരുന്നുവെന്ന് തിരുവഞ്ചൂർ ആരോപിച്ചു. ഈ 7-8 കൊല്ലക്കാലമായി അത് തുടർന്നിട്ട് ഒരു നല്ല സംരക്ഷണം കൊടുത്തത് ഇയാളെ കൊല്ലത്ത് വെച്ച് സസ്പെൻഡ് ചെയ്തതാണ്. സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാ റിവോക്ക് ചെയ്തത്. ഗവൺമെന്റ് അല്ലല്ലല്ല, കൊല്ലത്ത് വെച്ച് ഇയാളെ സസ്പെൻഡ് ചെയ്തു. കൊല്ലത്ത് വെച്ച് സസ്പെൻഡ് ചെയ്ത ഇയാളിന് സർവീസിലോട്ട് ആരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കയറ്റിയത് എന്നുകൂടി നോക്കണം. അവിടെ നിന്ന് അയാളെ ആദ്യം സസ്പെൻഡ് ചെയ്തിട്ട് സർവീസിലോട്ടെടുത്തു. സർവീസിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് ഈരാറ്റുപേട്ടയ്ക്ക് മുങ്ങി ഈരാറ്റുപേട്ടയിൽ നിന്ന് കോട്ടയത്ത് പൊങ്ങിയത്. ആ റൂട്ട് ഇതാണ് ഇയാളുടെ റൂട്ട് മാപ്പ്.
ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇയൊക്കെ സഹായം കൊടുത്തിട്ടുള്ള ആളുകളെ നാം ശ്രദ്ധിച്ചേ മതിയാകും. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു. UDF നേതാക്കളായ ഫിലിപ്പ് ജോസഫ്, തോമസ് കല്ലാടൻ, MP സന്തോഷ് കുമാർ, നന്ദിയോട് ബഷീർ, S രാജീവ്, സാബു മാത്യു, TC റോയി, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ പരസ്പരം പഴിചാരി മുന്നണികൾ. നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി LDF സമരവുമായി രംഗത്തെത്തി. അഖിലിന് ഒത്താശ ചെയ്തു നൽകിയത് നഗരസഭാ ചെയർപേഴ്സണാണെന്ന് LDF കുറ്റപ്പെടുത്തുന്നു. കോട്ടയം നഗരസഭ പെൻഷൻ ഫണ്ട് തിരിമറിയിൽ പരസ്പരം കുറ്റം ആരോപിച്ച് മുന്നണികൾ രംഗത്തെത്തി. പെൻഷൻ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ തട്ടിയെടുത്ത നഗരസഭ ക്ലർക്ക് ആയിരുന്ന അഖിൽ C വർഗീസിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി LDF സമരരംഗത്ത് എത്തി. അഖിൽ C വർഗീസിന് ഒത്താശ നൽകിയത് ചെയർപേഴ്സൺ ആണെന്ന് LDF ആരോപിച്ചു. ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും LDF ആവശ്യപ്പെട്ടു. നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിപക്ഷ കൗൺസിലർമാർ സമരം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ UDF ഭരണസമിതിയും ചെയർപേഴ്സണുമാണെന്ന് അനിൽകുമാർ ആരോപിച്ചു. നമ്മുടെ റെയിൽവേ അവരുടെ ഭൂമി ഏറ്റെടുത്തു. നഗരസഭയുടെ കോടികൾ അതിന്റെ പ്രതിഫലമായിട്ട് കിട്ടണം. കോടിക്കണക്കിന് രൂപ പ്രതിഫലമായിട്ട് ഇവിടെ കിട്ടണമെങ്കിൽ ആധാരം കൊടുക്കണ്ടേ? വസ്തുവിന്റെ ആധാരം ഹാജരാക്കണ്ടേ? നഗരസഭയുടെ അടിയാധാരം പോലും മോഷിച്ചുകൊണ്ടുപോയ ഒരു ഭരണ സംവിധാനമാണ് കാൽ നൂറ്റാണ്ടായി കോട്ടയം നഗരസഭയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3.5 കോടി രൂപയുടെ അപകടവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലിട്ട് ഇന്ന് ഒരു മാധ്യമത്തിൽ ഞാൻ വാർത്ത കണ്ടത്, ഏതോ NJ യൂണിയന്റെ അംഗമായിരുന്നു അദ്ദേഹം ഈ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ. ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 4 കൊല്ലം മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാർ NJ യൂണിയൻകാരായിരുന്നില്ല. അവിടുത്തെ ഇടതുപക്ഷ സംഘടനയുടെ പേര് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ എന്നായി. അപ്പൊ ഈ മാന്യൻ കൊല്ലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ NJ യൂണിയൻ നഗരസഭയിൽ ഇല്ലല്ലോ. കോർപ്പറേഷന് വേണ്ടി വേറെ സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം പാറമ്പുഴയിൽ വീട് വാടകയ്ക്കെടുത്ത് പിറ്റ്ബുൾ നായയുടെ കാവലിൽ കഞ്ചാവും MDMAയും കച്ചവടം നടത്തിയ സംഭവത്തിൽ 6 പേർ പോലീസിന്റെ പിടിയിലായി. കോട്ടയം നഗരസഭയിലെ മുൻ കൗൺസിലർ രേഖ രാജേഷിന്റെ മകൻ സൂര്യനാണ് മുഖ്യപ്രതി. ഇയാൾക്ക് ഒളിവിൽ പോകാൻ സൗകര്യം ചെയ്തു നൽകിയത് രേഖയാണ്. ആലുവയിലേക്ക് കടക്കാനായിരുന്നു ശ്രമം. കോട്ടയം പാറാമ്പുഴയിൽ വീട് വാടകയ്ക്കെടുത്ത് പിറ്റ്ബുൾ നായയുടെ കാവലിൽ ലഹരിക്കച്ചവടം നടത്തിയ യുവാവ് ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം പാറാമ്പുഴയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കഞ്ഞിക്കുഴി സ്വദേശി സൂര്യനാണ് കേസിലെ മുഖ്യപ്രതി. കോട്ടയം നഗരസഭയിലെ മുൻ കൗൺസിലർ രേഖ രാജേഷിന്റെ മകനാണ് പിടിയിലായ സൂര്യൻ. മകനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് രേഖയും മറ്റ് 4 പേരെയും പോലീസ് പിടികൂടിയത്. പാറാമ്പുഴ നാട്ടാശ്ശേരിയിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുറകുവശത്താണ് സൂര്യൻ വീട് വാടകയ്ക്കെടുത്ത് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. പിറ്റ്ബുൾ നായയെ അഴിച്ചുവിട്ട് ഇതിന്റെ കാവലിലായിരുന്നു ലഹരി കച്ചവടം. ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഇവിടെ റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്നും 5 ഗ്രാം MDMAയും 250 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. നിരവധി കേസുകളിൽ പ്രതിയായ സൂര്യനെ ഒളിവിൽ താമസിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുത്തതിനാണ് അമ്മ രേഖ രാജേഷ് ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ആലുവയിലേക്ക് കടക്കാൻ ഉപയോഗിച്ച കാറും ഗാന്ധിനഗർ പോലീസ് പിടികൂടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അകാലത്തിൽ പൊലിഞ്ഞുപോയ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയ്ക്ക് സഹപാഠികളുടെയും അധ്യാപകരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സ്കൂളിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ആർപ്പൂക്കര വില്ലൂന്നി സെന്റ് ഫിലോമിനാസ് സ്കൂൾ വിദ്യാർത്ഥിനി ക്രിസ്റ്റൽ C ലാൽ എന്ന കുഞ്ഞാറ്റ വ്യാഴാഴ്ച രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. പൊതുദർശനത്തിനായി സ്കൂളിൽ എത്തിച്ചപ്പോൾ കണ്ണീർ കടലിനാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരോടും അധ്യാപകരോടും മൗനമായി യാത്ര ചൊല്ലി കുഞ്ഞാറ്റ വില്ലൂന്നി സെന്റ് ഫിലോമിനസ് സ്കൂളിൽ നിന്നും മടങ്ങി. കരിപ്പൂത്തട്ട് ചേരിക്കൽ വീട്ടിൽ ലാൽ C ലൂയിസിന്റെയും നീതുവിന്റെയും മകളായ ക്രിസ്റ്റൽ എന്ന കുഞ്ഞാറ്റ സെന്റ് ഫിലോമിനസ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ സ്പോർട്സ് ഡേയിൽ ഓട്ട മത്സരത്തിനിടയിലാണ് ക്രിസ്റ്റൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ അധ്യാപകർ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ കുട്ടികളുടെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ക്രിസ്റ്റൽ. കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയും പ്രാർത്ഥനകൾ വിഫലമായി. ഇന്ന് രാവിലെ ക്രിസ്റ്റൽ വിട പറഞ്ഞു. ക്രിസ്റ്റൽ
ഹോസ്റ്റൽ പഠിച്ചിരുന്ന സ്കൂൾ അങ്കണത്തിലേക്ക് അവസാനമായി എത്തുമ്പോൾ അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും എല്ലാം കണ്ണീരോടെ കാത്തുനിന്നു. വില്ലൂന്നി സെന്റ് സേവിയേഴ്സ് പള്ളി വികാരി ഫാദർ ജേക്കബ് അഞ്ചുപങ്കലിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷം സഹപാഠികളും അധ്യാപകരും ക്രിസ്റ്റലിന് കണ്ണീർ പൂക്കളർപ്പിച്ച് വിടചൊല്ലി. ഹെഡ് മിസ്ട്രസ് ലില്ലി പോൾ, ക്രിസ്റ്റലിന്റെ ക്ലാസ് ടീച്ചർ ഡോൺ ജോസ്, PTA പ്രസിഡന്റ് PC മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ പൂച്ചെണ്ട് സമർപ്പിച്ചു. തുടർന്ന് മൃതദേഹം കരിപ്പുതട്ടിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ 11:30 ആർപ്പൂക്കര സെന്റ് പീറ്റേഴ്സ് CSI പള്ളിയിൽ നടക്കും. നോയൽ, ഏഞ്ചൽ എന്നിവരാണ് ക്രിസ്റ്റലിന്റെ സഹോദരങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാലിന്യമുക്തം നവകേരളം പ്രവർത്തനത്തിന്റെ ഭാഗമായി പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ശില്പശാല നടത്തി. പാമ്പാടി ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ നടത്തുന്ന ശില്പശാലയുടെ ഭാഗമായിട്ടായിരുന്നു പള്ളിക്കത്തോട്ടിലെ ശില്പശാല. മാലിന്യമുക്തം നവകേരളം 2.0 രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് പാമ്പാടി ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ ശില്പശാലയ്ക്ക് തുടക്കമായി. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നടന്ന ശില്പശാല പ്രസിഡന്റ് മഞ്ജു ബിജു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വിപിനചന്ദ്രൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ KR പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മായ M നായർ, LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ സൗമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. RGSA ബ്ലോക്ക് കോർഡിനേറ്റർ ആശിഷ് MS, ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഹരികുമാർ മറ്റക്കര, കില RP ഹരികുമാർ, VO നിഭ, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പാലാ സെന്റ് തോമസ് കോളേജിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോളേജിൽ വിശുദ്ധ കുർബാന നടന്നു. ഓഗസ്റ്റ് 16 പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കും. പാലാ സെന്റ് തോമസ് കോളേജിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കോളേജിൽ വിശുദ്ധ കുർബാന നടന്നു. മോൺസിഞ്ഞോർ ജോസഫ് തടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കുർബാന. മാർ സെബാസ്റ്റ്യൻ വയലിൽ ഉൾപ്പെടെ നിസ്വാർത്ഥമതികളായ അനേകം വലിയ മനുഷ്യരുടെ ആത്മസമർപ്പണമായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് മുഖ്യവികാരി ജനറാളും കോളേജ് മാനേജരുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ അഭിപ്രായപ്പെട്ടു. ത്യാഗോജ്വലമായ ആ കാലഘട്ടത്തെ അനുസ്മരിച്ചും ലക്ഷ്യബോധത്തോടെയും പ്രതീക്ഷയോടെയും ഭാവിയെ നോക്കിയുമായിരിക്കണം നാം ജൂബിലിയുടെ ദിനങ്ങളെ ആഘോഷപൂർണ്ണമാക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോളേജ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ K തോമസ്, ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ എന്നിവർക്കൊപ്പം കോളേജിലെ അധ്യാപകരായ മറ്റു വൈദികരും സഹകാർമ്മികരായി. പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ്, അധ്യാപകർ, അനധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ പാറമക്ക് കൊണ്ട് അടച്ച് ഗതാഗത യോഗ്യമാക്കി. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തന്റെ സാന്നിധ്യത്തിലായിരുന്നു പണികൾ. ടൗൺ ബസ് സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളേറെയായിരുന്നു. പാലാ നഗരത്തിൽ നിന്നും റിവർവ്യൂ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഉപ റോഡിലെ ഗ്രില്ല് ദ്രവിച്ചതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി വീണ് ഗുരുതരമായി പരിക്കേറ്റ സംഭവം അറിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്ന PWDയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സ്വന്തം പണം മുടക്കി ഗ്രില്ല് പുനഃസ്ഥാപിച്ച പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ വീണ്ടും കയ്യിൽ നിന്നും പണം മുടക്കിയാണ് ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടച്ചത്. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളായി. വാഹനങ്ങൾ കുഴിയിലിറക്കി നിരങ്ങിക്കയറി പോവുകയായിരുന്നു. ഇതിനിടയിൽ യാത്രക്കാരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുന്നതും പതിവായിരുന്നു. അധികൃതർ പതിവ് മൗനം തുടർന്നപ്പോൾ ഷാജു തുരുത്തൻ സ്വന്തം നിലയിൽ കുഴികൾ അടയ്ക്കാൻ തീരുമാനിച്ചു. പാറമക്ക് ടിപ്പർ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണുണ്ടായത്. അഗാധ ഗർത്തങ്ങൾ നിമിഷനേരം കൊണ്ട് ഗതാഗത യോഗ്യമാക്കി. ചെയർമാൻ ഷാജു തുരുത്തന്റെ നടപടികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷ കൗൺസിലർമാരും എത്തിയിരുന്നു. സതീഷ് ചൊള്ളാനി, ആനി ബിജോയ്, ലിസിക്കുട്ടി മാത്യു, സാവിയോ കാവുകാട്ട്, ബൈജു കൊല്ലപ്പറമ്പിൽ, ബിജി ജോജോ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിൽ ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ സ്വീപ്പറെ നിയമിക്കുന്നു. പരിചയസമ്പന്നരായ വനിതകൾക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ 16 പകൽ 11 ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷണൽ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് പങ്കെടുക്കണം. ഫോൺ 048129617775. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേള സെപ്റ്റംബർ 14 വരെ നടക്കും. ഓരോ വീട്ടിലും ഓരോ ഖാദി ഉൽപ്പന്നം എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റും ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണും ലഭിക്കും.
കോട്ടയം നഗരസഭയുടെ അങ്കണവാടി പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി കുമാരനെല്ലൂർ, നാട്ടകം, കോട്ടയം ടൗൺ മേഖലകളിലെ അങ്കണവാടികളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് സ്വന്തമായി വാഹനമുള്ളവരിൽ നിന്ന് പള്ളം അഡീഷണൽ ICDS ഓഫീസർ പുനർദർഗാസ് ക്ഷണിച്ചു. ഓഗസ്റ്റ് 21 ഉച്ചയ്ക്ക് 2 വരെ ദർഗാസ് സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 ദർഗാസ് തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 9961124296. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടിൽ വൻ തട്ടിപ്പ്. മുൻ ഉദ്യോഗസ്ഥൻ അഖിൽ സി വർഗീസ് തട്ടിയത് 3 കോടി രൂപ. പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ പരസ്പരം പഴിചാരി മുന്നണികൾ. ഭരണകക്ഷിയായ UDF നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. അഖിലിന് ഒത്താശ ചെയ്തത് ചെയർപേഴ്സണാണെന്ന് LDF. കോട്ടയം പാറമ്പുഴയിൽ പിറ്റ്ബുൾ നായയുടെ കാവലിൽ ലഹരി വിൽപ്പന. മുഖ്യപ്രതിയടക്കം 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. മുഖ്യപ്രതി സൂര്യന്റെ അമ്മ മുൻ നഗരസഭാ കൗൺസിലർ രേഖ രാജേഷും പോലീസ് കസ്റ്റഡിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.